സീതാറാം യെച്ചൂരിക്ക് പകരക്കാരനെ കണ്ടെത്താനുള്ള സിപിഐഎമ്മിന്റെ നിർണായക പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ ഇന്ന് ഡൽഹിയിൽ ആരംഭിക്കും. പുതിയ ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ച് പോളിറ്റ് ബ്യൂറോയുടെ നിർദ്ദേശം കേന്ദ്ര കമ്മിറ്റിക്ക് മുന്നിൽ വയ്ക്കും. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, എം എ ബേബി, എ വിജയരാഘവൻ അടക്കമുള്ളവരുടെ പേരുകൾ ഉയർന്നു വന്നിരുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ ചേർന്ന്. ബൽറാം, ഗുഡ് മോർണിംഗ്. ബൽറാം, ഇവിടെ ഈ PV അൻവറിന്റെ ഓപ്പൺ വാറിന് ശേഷമുള്ള ആദ്യ ഒരു കേന്ദ്ര യോഗം എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഇൻഫോർമൽ ചർച്ചയെങ്കിലും അവിടെ നടക്കുമോ ബൽറാം? ഗുഡ് മോർണിംഗ് ഹഷ്മി, പ്രവിത. ഈ പോളിറ്റ് ബ്യൂറോ യോഗം എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. ചരിത്രത്തിൽ ആദ്യമായി തന്നെ ഈ പാർട്ടിയുടെ സിറ്റിംഗ് ജനറൽ സെക്രട്ടറി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനെ തുടർന്ന് പുതിയ ആളെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട്. ഇത് തന്നെയാണ് ഈ പോളിറ്റ് ബ്യൂറോ യോഗത്തിൻ്റെ പ്രധാന അജണ്ട എന്നുണ്ടെങ്കിൽ പോലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിച്ച ഒരു ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് PV അൻവർ CPIM ചിഹ്നത്തിൽ തന്നെ മത്സരിച്ച് വിജയിച്ച MLA ആണ്. പാർട്ടിക്കും സർക്കാരിനും എതിരെ, ഒപ്പം തന്നെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രത്യേകിച്ചും ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്, കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു എന്നതിനൊപ്പം തന്നെ ഈ വിഷയത്തിൽ പാർട്ടി സംസ്ഥാന ഘടകത്തിന് PV അൻവർ കത്ത് നൽകിയിട്ടുണ്ട്. ഇത് സമീപകാല രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഈ പോളിറ്റ് ബ്യൂറോ യോഗത്തിൻ്റെ അജണ്ടയാണ്. എല്ലാ യോഗങ്ങളിലും അത് ചർച്ച ചെയ്യാറുണ്ട്. സ്വാഭാവികമായും സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടിൽ ഇത് ഉൾപ്പെടുത്തിയേ മതിയാകൂ എന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം പോളിറ്റ് ബ്യൂറോയ്ക്ക് മുന്നിൽ വരും. വിശദമായ ചർച്ചകൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് ഈ യോഗത്തിൻ്റെ ആണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. വിശദമായ ചർച്ചകൾ ആവശ്യമെങ്കിൽ ഉണ്ടായേക്കുമെന്നുള്ളതാണ് സാഹചര്യം. ഇതിനുശേഷം പോളിറ്റ് ബ്യൂറോയ്ക്ക് ശേഷം കേന്ദ്ര കമ്മിറ്റി യോഗവും ചേരാനിരിക്കുന്നുണ്ട്. അതേസമയം ഈ യോഗത്തിൻ്റെ മുഖ്യ അജണ്ട എന്നുള്ളത് സീതാറാം യെച്ചൂരിക്ക് പകരക്കാരനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അദ്ദേഹം മരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. പ്രധാനമായും എങ്ങനെയായിരിക്കണം, പാർട്ടി കോൺഗ്രസിന് ഇനി 7 മാസങ്ങൾ മാത്രമാണ് ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ജനറൽ സെക്രട്ടറി എന്നുള്ളത് ഒരു പകരക്കാരനെയോ താൽക്കാലിക ജനറൽ സെക്രട്ടറിയോ വേണോ, അല്ലെങ്കിൽ ഈ 6 മാസം പാർട്ടി കോൺഗ്രസിൻ്റെ നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കുന്നതിനായി ഒരു ജനറൽ സെക്രട്ടറിയെ കൊണ്ടുവരേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയിലുണ്ടായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിൽ താൽക്കാലിക ജനറൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ പകരം താൽക്കാലിക ചുമതല എന്നീ കാര്യങ്ങൾ പാർട്ടി ഭരണഘടനയിൽ ഇല്ല എന്നും ഒരു ജനറൽ സെക്രട്ടറിയെ ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലെ ചർച്ചകളിൽ തീരുമാനിക്കുമെന്നുമാണ് പാർട്ടി നേതൃത്വം അറിയിക്കുന്നത്. ഹഷ്മി, പ്രവിത. CPM ജനറൽ സെക്രട്ടറി എന്ന ഒരു പാർട്ടി പദവിക്കപ്പുറം ഡൽഹിയിൽ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിൽ ഏറ്റവും നിർണായകമായ റോൾ ഉണ്ടായിരുന്ന, വോയിസ് ഉണ്ടായിരുന്ന, വലിയ കരിസ്മ ഉണ്ടായിരുന്ന, ആശയത്തിൻ്റെ തലപ്പൊക്കമുണ്ടായിരുന്ന നേതാവാണ് സീതാറാം യെച്ചൂരി. യെച്ചൂരി ഉണ്ടാക്കുന്ന വിടവ് വല്ലാത്ത വിടവാണ്. അപ്പോൾ അതിനെ ഏത് രീതിയിൽ അത് നികത്തൽ അസാധ്യമാണ്. കാര്യം യെച്ചൂരിക്ക് പകരക്കാരൻ എന്ന് പറഞ്ഞാൽ യെച്ചൂരിയുടെ അതേ ഉള്ള കരിസ്മയിൽ ഒരു പകരക്കാരൻ ഉണ്ടോ എന്നറിയില്ല. എങ്കിലും യെച്ചൂരിക്ക് പകരക്കാരൻ ആര് അതേപോലെ പാർട്ടിയെ നയിക്കാനെന്ന ആലോചനയിലാണ് CPM ഇന്ന് ഡൽഹിയിൽ.